ഇനി നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. അവിടെ CK അഭിലാലുണ്ട്. അഭിലാൽ, മോക്ക് പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? അതോടൊപ്പം തന്നെ പത്തനംതിട്ടയുടെ പൊതുവായ ഒരു രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞു പോകുമ്പോൾ സന്നിധാനത്തെ സ്ത്രീ പ്രവേശനം മുതൽ അന്ന് മുതൽ ഇങ്ങോട്ട് എന്നും ശബരിമല വിഷയമാണ് പത്തനംതിട്ടയിൽ എപ്പോഴും ചർച്ചയാകുന്നത്. ഇത്തവണ ശബരിമല സ്വർണ്ണക്കൊള്ളയായി അത്. അപ്പോൾ ആ വിഷയമൊക്കെ എങ്ങനെ വിധിയെഴുത്തിനെ ബാധിക്കും? അതോടൊപ്പം മോക്ക് പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ 6:30 സമയം. ആളുകളൊക്കെ ഇപ്പോൾ തന്നെ എത്തി തുടങ്ങുന്നുണ്ടോ ബൂത്തിലേക്ക്? രണ്ടാഴ്ചയിലധികം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കൊടുവിൽ കേരളമാകെ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ജില്ലയിൽ 1229 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. സംവിധായകരുടെ എണ്ണം കണക്കാക്കിയാൽ 10,62,756 പേരാണ് സമ്മതിദാനം വിനിയോഗിക്കാൻ യോഗ്യരായിട്ടുള്ളത്. ഇതിൽ അധികവും സ്ത്രീകൾ തന്നെയാണ്. എല്ലാ മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പൂർത്തിയായി. മോക്ക് പോളിംഗ് കൂടി പൂർത്തിയായിട്ടുള്ള ദൃശ്യങ്ങൾ പത്തനംതിട്ട നഗരസഭാ പരിധിയിലെ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നുള്ളതാണ്. നഗരസഭയിലെ 17, 26 എന്നിങ്ങനെ 2 പോളിംഗ് ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. ഏറെക്കുറെ 2500-നടുത്ത് സമ്മതിദായകർക്കാണ് ഇവിടെ വോട്ടവകാശം രേഖപ്പെടുത്താനുള്ളത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 10,62,756 വോട്ടർമാരിൽ സ്ത്രീകൾ എന്നുള്ളത് 5,71,974 പുരുഷന്മാർ 4,90,779 പേരുമുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന 3 വോട്ടർമാരും ജില്ലയിൽ ഉണ്ട്. ആകെ 1225 പോളിംഗ് ബൂത്തുകളിലായി ഏറെക്കുറെ 6,184 ബാലറ്റ് യൂണിറ്റുകളും 2,180 കൺട്രോൾ യൂണിറ്റുകൾ സജ്ജമാണ്. പോളിംഗ് ഉദ്യോഗസ്ഥരായ 5,896 പേരെയാണ് നിയമിച്ചിരിക്കുന്നത്. കോന്നി 154, റാന്നി 168, പുളിക്കീഴ് 90, കോയിപ്പറ 123, പറക്കോട് 239, ഇലന്തൂർ 103, പന്തളം 103, മല്ലപ്പള്ളി 108, അടൂർ നഗരസഭ 29, പത്തനംതിട്ട നഗരസഭ 33, തിരുവല്ല നഗരസഭ 41, പന്തളം നഗരസഭ 34 എന്നിങ്ങനെയാണ് ബൂത്തുകളുടെ എണ്ണം. ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. സംസ്ഥാനത്ത് ഇതിനു മുൻപ് ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാത്ത വിധമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇക്കുറി വ്യത്യസ്തത പുലർത്തുന്നത്. പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസുകളും അതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളുമാണ്. മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡന പരാതികളും അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളും പോലീസ് നടപടികളുമാണ്. കേരളത്തിൽ മുൻപ് ഒരു ഘട്ടത്തിലും ഇത്രത്തോളം രാഷ്ട്രീയ രംഗത്ത് ചർച്ച ചെയ്യപ്പെട്ട പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം മുൻപ് ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നുള്ളത് UDF-ന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും ഇടതുമുന്നണിക്കാണ് മുൻകൈ നേടിയെടുക്കാൻ സാധിച്ചിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഒരു നഗരസഭാ ഭരണം കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. പത്തനംതിട്ട, പന്തളം നഗരസഭയിൽ അവർ അധികാരത്തിലെത്തി. സംസ്ഥാനത്ത് പാലക്കാടാണ് ആദ്യം BJP ഭരണം പിടിക്കുന്നതെങ്കിൽ പിന്നീട് ലഭിച്ച നഗരസഭ എന്നുള്ള തരത്തിൽ രാഷ്ട്രീയ രംഗത്ത് BJP-ക്ക് എടുത്തു കാട്ടാൻ പറ്റുന്ന വിജയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പന്തളത്ത് അവർക്ക് നേടാൻ സാധിച്ചത്. പിന്നീട് ആഭ്യന്തര വിഷയങ്ങളെ തുടർന്ന് നേതൃസ്ഥാനത്തു നിന്നും നഗരസഭ അധ്യക്ഷ സ്ഥാനത്തു നിന്നും ആളെ മാറ്റേണ്ട സ്ഥിതി വന്നു. അപ്പോഴും പൂർണ്ണമായും ആഭ്യന്തര പ്രശ്നങ്ങൾ മാറിയിട്ടില്ല എന്നതിൻ്റെ തെളിവായി പലപ്പോഴും അവിശ്വാസത്തിൻ്റെ നീക്കം ഉണ്ടാകുന്നു. BJP കൗൺസിലർ ഇടത് വലത് മുന്നണികളുടെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് BJP നേതൃത്വത്തിനെതിരെ സമരം ചെയ്ത സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ തന്നെ മറികടന്നവർ അവസാന ഘട്ടത്തിൽ കുറച്ചൊക്കെ മെച്ചപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ അവർക്ക് ഭരണം നിലനിർത്താൻ കഴിയുമോ, അതല്ല ഇടതുപക്ഷമോ വലതുപക്ഷമോ ഭരണം പിടിക്കുമോ എന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് 3 വോട്ടർമാരെ കാണാം. ഈ ബൂത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ വോട്ടർമാരാണ്. അതേസമയം തന്നെ സ്ഥാനാർത്ഥികളും പോളിംഗ് ഏജന്റുമാരും ആയിട്ടുള്ള ആളുകളും മാധ്യമപ്രവർത്തകരുമൊക്കെ മുൻപ് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ബൂത്തിൽ എനിക്ക് തോന്നുന്നു 26-ാം നമ്പർ ബൂത്തിലെ ആദ്യത്തെ 3 വോട്ടർമാരാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകൾ, അതായത് ജില്ലയിലാകെ 53 ഗ്രാമപഞ്ചായത്തുകൾ, 17 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 4 നഗരസഭകൾ. 4 നഗരസഭകൾ എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയും അടൂരും ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭകളാണ്. തിരുവല്ല മാത്രമാണ് ജില്ലയിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് വിവരമാണ് CK അഭിലാൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇതാ ആദ്യ വോട്ടർമാർ
ബൂത്തിലേക്ക് എത്തിത്തുടങ്ങി. നേരത്തെ തന്നെ വോട്ട് ചെയ്ത് പോകാനായി കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. അപ്പോൾ തന്നെ വോട്ട് ചെയ്തു പോകാനായിതാ അവിടേക്ക് സമ്മതിദായകർ എത്തിത്തുടങ്ങുകയാണ്. പ്രധാനമായും ശബരിമല വിഷയം തന്നെയാണ് പത്തനംതിട്ടയിൽ ചർച്ചയാകുന്നത്. മുൻപൊന്നുമില്ലാത്ത വിധത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ വിഷയങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ചർച്ചയാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം ഇത്തവണ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്.